പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ പിന്തുണച്ചും പി വി അൻവറിനെ തള്ളിയും മുഖ്യമന്ത്രി. ശശിയുടെ പ്രവർത്തനം മാതൃകാപരം. അൻവർ ആരോപണങ്ങൾ ഉന്നയിച്ച രീതി ശരിയായില്ല. ശബ്ദരേഖ റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ടതിലും രൂക്ഷ വിമർശനം. ADGP MR അജിത് കുമാറിന് തൽക്കാലം നടപടിയില്ല. മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി PV അൻവർ MLA. താൻ മാത്രമല്ല EMSഉം കോൺഗ്രസുകാരൻ. കൂടെയുള്ളവർ മുഖ്യമന്ത്രിയെ പൊട്ടക്കിണറ്റിൽ ചാടിക്കുന്നെന്നും അൻവർ. ഈ ശശി കള്ളക്കടത്ത് സംഘത്തിൽ നിന്ന് പങ്കുപറ്റുന്നെന്നും വിമർശനം. മാധ്യമങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്രത്തിന് നൽകിയ മെമ്മോറാണ്ടം സംബന്ധിച്ച് വ്യാജ വാർത്ത സൃഷ്ടിച്ചു. വ്യാജ വാർത്തകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ സർക്കാർ വിദ്യാസമ്പന്നരായ മാധ്യമപ്രവർത്തകർ പ്രതീക്ഷിക്കുന്ന ചെലവുകളെ ചെലവഴിച്ച തുക എന്നും പിന്നീട് പെരുപ്പിച്ച തുക എന്നും പ്രചരിപ്പിക്കുന്നത് വിദ്യാഭ്യാസക്കുറവിന്റെ പ്രശ്നമല്ല, അവരുടെ ചില പ്രത്യേക താല്പര്യങ്ങളുടെ കുഴപ്പമാണ് ഇവിടെ ദൃശ്യമാവുന്നത്. ഇത്തരം വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ നിർബന്ധിതമാവുകയാണ്. ഇപ്പോൾ നടക്കുന്നത് നശീകരണ മാധ്യമ പ്രവർത്തനമെന്നും മുഖ്യമന്ത്രി. ജോലിഭാരത്തെ തുടർന്ന് മലയാളി യുവതി മരിച്ചതിൽ സ്വമേധയാ കേസെടുത്ത ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. 4 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ തൊഴിൽ മന്ത്രാലയത്തിന് നിർദ്ദേശം. തൊഴിലിടങ്ങളിലെ വിഷയങ്ങളിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്നും കമ്മീഷൻ. मैं आतिशी ईश्वर की शपथ लेती हूँ कि जो विषय मुख्यमंत्री के रूप में मेरे विचार के लिए लाया जाएगा अथवा मुझे ज्ञात होगा, उसे किसी व्यक्ति या व्यक्तियों को तब के सिवाय जबकि ऐसे मुख्यमंत्री के रूप में अपने कर्तव्यों के सम्यक. അതിഷി മർലേന ഡൽഹി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. അതിഷിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്ത് 5 മന്ത്രിമാർ. മുകേഷ് അഹ്ലാവത്ത് മന്ത്രിസഭയിലെ പുതുമുഖം. മലയാള സിനിമയുടെ അമ്മ മുഖമായ കവിയൂർ പൊന്നമ്മയ്ക്ക് വിട നൽകി നാട്. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ ആലുവയിലെ വസതിയിൽ നടന്നു. അന്ത്യാഞ്ജലി അർപ്പിച്ച സിനിമാ ലോകത്ത് നിന്നടക്കം ആയിരങ്ങൾ. മുതിർന്ന CPIM നേതാവ് MM ലോറൻസ് അന്തരിച്ചു. അന്ത്യം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. വിട പറഞ്ഞത് തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായി പോരാടിയ പോരാളി. മൃതദേഹം പഠനത്തിനായി എറണാകുളം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകും.